രണ്ടും കൽപ്പിച്ചാണ് ബി അശോക് IAS. സസ്പെൻഷൻ നടപടിയെ ഒരു അംഗീകാരമായി കാണുന്ന അശോക് സർക്കാർ നയങ്ങൾക്കെതിരായ വിമർശനങ്ങളിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തി പാടാൻ മാത്രം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോറസായിട്ട് നിന്ന് എൻ്റെ വാഴ്ത്തുപാട്ട് പാടിത്തരാം, അതല്ലാതെ മറ്റ് യാതൊരു അവകാശവും ഇന്ത്യയിലെ IAS എന്നുള്ളതല്ല, സർക്കാർ ജീവനക്കാർക്ക് ഒന്നുമില്ല എന്നുള്ള ചിലരുടെ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് അതൊരു ബാഡ്ജായിട്ട്, ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. KM എബ്രഹാമിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ബി അശോക് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന സർക്കാരിലെ രണ്ടാമനായി KM എബ്രഹാം പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലുമാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ മൂവ്മെൻറ്റുകളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളും പരിഗണിക്കപ്പെടുന്നത്. തനിക്കെതിരായ സസ്പെൻഷൻ നടപടിയെ പ്രതികാര നടപടി എന്നാണ് ബി അശോക് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ അനാവശ്യ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആരോപണം ഗൗരവമേറിയതാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥർ ആരുടെയും അടിമകളല്ല. അപ്പോൾ ആ കൾച്ചർ അവസാനിപ്പിക്കാനും ഈ ചോദ്യങ്ങളില്ലാത്ത കുറേ അടിമകളെ സൃഷ്ടിക്കാനും ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണമാറ്റമുണ്ടായി UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തനിക്കെതിരായിട്ടുള്ള സസ്പെൻഷൻ നടപടി പിൻവലിക്കുമെന്ന് ബി അശോകിന് നന്നായിട്ടറിയാം. എന്നാൽ തുടർഭരണമാണെങ്കിൽ ബി അശോക് തനിക്കെതിരായ നടപടിയെ എങ്ങനെ നിയമപരമായി നേരിടുമെന്ന് കണ്ടറിയണം. സുജിത് MS-നൊപ്പം T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.